സർ എൻ്റെ BP കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് തരാമോ? ഇരിക്കും. അപ്പോൾ നിങ്ങളും സുമേഷിനെ പോലെ ചായയും കാപ്പിയും വരെ കുടിച്ചിട്ടുണ്ടോ? ഇല്ല സർ, ഞാനൊന്നും കുടിച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ എല്ലാം കണ്ടായിരുന്നു. ഇടതോ വലതോ ആണോ BP നോക്കേണ്ടത്? അപ്പോൾ BP നമുക്ക് ഏത് കയ്യിലും നോക്കാം. പക്ഷേ നമ്മളെപ്പോഴും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കയ്യിലും BP നമ്മൾ ചെക്ക് ചെയ്യാം. രണ്ട് കയ്യിൽ BP ചെക്ക് ചെയ്തിട്ട് ഏത് കയ്യിലാണോ നമ്മളെപ്പോഴും കൂടുതൽ കാണുന്നത് പിന്നീടുള്ള ചെക്കപ്പുകളെല്ലാം ആ കയ്യിൽ നോക്കണം. അപ്പം അങ്ങനെ കയ്യിലെല്ലാം നമ്മൾ ഇതുപോലെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സർ, രണ്ട് കയ്യിലും BP നോക്കുന്ന സമയത്ത് എത്ര വരെ വ്യത്യാസം വരാം സർ? അപ്പം അത് പഠനങ്ങൾ നോക്കുകയാണെങ്കിൽ നോർമൽ വേരിയേഷൻ എന്ന് പറയുന്നത് 10 തൊട്ട് 15 മില്ലിമീറ്റർ മെർക്കുറി വരെ നമുക്ക് BP വേരിയേഷൻ നോർമലാണ്. ഒരു വ്യക്തിക്ക് 15 മില്ലിമീറ്റർ മെർക്കുറി കൂടുതൽ രണ്ട് കൈകളിലെ BP വ്യത്യാസം കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അബ്നോർമലാണ്. അപ്പോൾ നമുക്ക് അതിലുള്ള രക്തയോട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ട ആവശ്യകത തീർച്ചയായിട്ടും ഉണ്ട്. സർ, കിടത്തി BP നോക്കാൻ പറ്റുമോ സർ? അല്ല, നമുക്ക് റൂട്ടീനായിട്ട് OPD സാധാരണ OPD നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുത്തിയിട്ട് തന്നെയാണ് BP നോക്കുന്നത്. സ്റ്റാൻഡേർഡായിട്ട് ഗൈഡ് ലൈൻസ് ലോകമെമ്പാടും അത് തന്നെയാണ് പറയുന്നത്. പിന്നെ ചില കണ്ടീഷൻസിൽ ഇപ്പോൾ പേഷ്യൻ്റ് വല്ല സിക്ക് ആയിട്ടുള്ളൊരു കിടന്നുള്ളവരാണെങ്കിൽ ആ കണ്ടീഷനിൽ നമ്മൾ കിടത്തി തന്നെ നോക്കാറുണ്ട്. ഓപ്പറേഷൻ ചെയ്യുന്ന പേഷ്യൻസ് അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ കിടത്തി നോക്കാറുണ്ട്. പിന്നെ ചിലർക്ക് ഈ പറഞ്ഞ ഇരുന്നിട്ട് അല്ലെങ്കിൽ കിടന്നിട്ട് എണീക്കുമ്പോൾ തലചുറ്റിൽ വരുന്നവരൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവരിൽ നമ്മൾ ഇരുത്തിയും കിടത്തിയും BP വയ്ക്കും. പ്രത്യേകിച്ച് പ്രമേഹമുള്ളവരിൽ ഈ ഓട്ടോണോമിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പം അത് വന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഈ പറഞ്ഞ തലചുറ്റിലും കാര്യങ്ങളൊക്കെ വരാം. സർ, നമ്മൾ കാലിൽ BP ചെക്ക് ചെയ്യാറുണ്ടോ സർ? സാധാരണ നമുക്ക് കാലിൽ BP എപ്പോഴും കൂടുതലായിരിക്കും. കാരണം മസിൽ മാസ് കൂടുതലുണ്ട്, കാലിൽ BP എപ്പോഴും കൂടുതലായിരിക്കും. അപ്പം കാലിൽ BP കുറയുന്ന അവസ്ഥകളുണ്ട്, ഈ പറഞ്ഞ രക്തക്കൊല അടവ് വരുന്ന അസുഖങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോഴത്തേക്കും നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ് കാലിൽ BP-യും. പിന്നെ പ്രമേഹമുള്ളവർ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ കാലിലെ BP-യും കയ്യിലെ BP-യും ചെക്ക് ചെയ്തിട്ട് രക്തക്കൊലിലെ അടവ് നമുക്ക് നോക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ABPA എന്ന് പറയും, ആംഗിൾ ബ്രേക്കിൽ ഇൻഡെക്സ് എന്ന് പറയും. സർ, അപ്പോൾ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് BP-യിൽ വേരിയേഷൻ സംഭവിക്കാറുണ്ട്, അതെങ്ങനെ കറക്റ്റ് ചെയ്യും സർ? അതെ, ഈ വണ്ടി ഓടിച്ചറിയുമ്പോൾ പ്രത്യേകിച്ച് അല്ലെ, നമുക്ക് വണ്ടി ഓടിക്കൊണ്ട് മാത്രം ശരിക്കും BP കൂടില്ല. പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിലെ റോഡിലെ സ്ഥിതി അറിയാം അല്ലേ. എന്തായാലും ഹോൺ അടിയും ഈ പറഞ്ഞ ആൾക്കാർ കുറുകെ ചാറില്ല അല്ലെങ്കിൽ പട്ടി കുറുകെ ചാറില്ല ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം നമ്മുടെ ബ്ലഡിൽ പല ഹോർമോൺ വേരിയേഷൻസ് ഒക്കെ വന്നിട്ട് BP-യിലും വേരിയേഷൻസ് വരാം. അപ്പോൾ ഒരു വ്യക്തി വണ്ടി ഓടിച്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരു 5 തൊട്ട് 10 മിനിറ്റ് റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് BP ചെക്ക് ചെയ്യാം. സർ, എൻ്റെ BP എപ്പോഴും വേരിയേഷൻ കാണിക്കാറുണ്ട്, അതെങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഇതാക്കാൻ പറ്റും സർ? അതെ, അപ്പോൾ നമുക്ക് BP എന്നുള്ളത് ഒരിക്കലും ഈ ഒരു പോയിന്റിൽ നിൽക്കുന്ന കാര്യമല്ല. അതിനകത്തിൽ ഈ പറഞ്ഞ നമ്മുടെ അലകടൽ പോലുള്ള വേരിയേഷൻസ് വരാം. അപ്പൊ ആ വേരിയേഷൻസ് നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ടെസ്റ്റിംഗ് ഉണ്ട്. 24 മണിക്കൂർ BP ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് ഉണ്ട്. അതായത് ABPM എന്ന് പറയും, ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്ററിങ്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം.